പാരാലിമ്പിക്സിൽ അതിഗംഭീര വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ താരങ്ങൾ. ഇതുവരെ 3 സ്വർണം 8 വെള്ളിയടക്കി 21 മെഡലുകൾ, അതായത് റെക്കോർഡ് മെഡൽ നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. മെഡൽ പട്ടികയിൽ 19ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ജ്യോതിഷ് നമ്മളോട് പറയും. ജ്യോതിഷെ, അഭിനയ ലഖ്ര, ശീതൽ ദേവി, നിഖിത്, സുമൻ, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. സത്യത്തിൽ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന, ഏതു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും എന്ന് നമ്മളോട് പഠിപ്പിക്കുന്ന കുറേ മനുഷ്യരാണല്ലേ? തീർച്ചയായിട്ടും ദിവിഷ്, ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ നമുക്ക് ഇത്രയും മെഡലുകൾ നേടാൻ സാധിച്ചില്ല. ഇതിപ്പം ചരിത്രത്തിൽ തന്നെ, പാരാലിമ്പിക്സ് ചരിത്രത്തിൽ തന്നെ 21 മെഡലുകൾ നേടി ഇന്ത്യ നിൽക്കുകയാണ്. അത് ഇന്ത്യയുടെ അഭിമാനം എന്തുമാത്രം ഉയർത്തി, ഇന്ത്യയുടെ യശസ് എന്തുമാത്രം ഉയർത്തി എന്ന് പറയാതെ തന്നെ നമുക്കത് മനസ്സിലാവും, ആ ഒരു നേട്ടത്തിൻ്റെ ഒരു മഹത്വം എന്താണെന്നുള്ളത്. ഇതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് 3 താരങ്ങളാണ്. ആവണി ലഖേര, സുമിത് ആൻഡിൽ, അതേപോലെ നിതീഷ് കുമാർ. ഇവർ 3 പേരും സ്വർണം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ, പാരീസ് ഒളിമ്പിക്സിൽ നമുക്കറിയാം, നമുക്ക് അങ്ങനെ ഒരു സ്വർണ്ണ നേട്ടം നമുക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു സ്വർണ്ണ നേട്ടം, 3 സ്വർണ്ണ നേട്ടം, അതുപോലെ തന്നെ 8 വെള്ളി, 10 വെങ്കലം, അതാണ് ആ ഒരു കണക്ക് നിൽക്കുന്നത്. ഈ മൊത്തം 21 മെഡലുകൾ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഇവരെ വിളിച്ച് ആ ഒരു സന്തോഷം പങ്കിടുന്നത്, ഇവരെ അഭിനന്ദിക്കുന്നത്. അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അറിയാതെ തന്നെ നമുക്ക് ഒരു അഭിമാനത്തിൻ്റെ ഒരു നിമിഷം നമ്മളിലൂടെയും പല രീതിയിൽ കടന്നു പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലൊരു പ്രചോദനം തന്നെയാണ്. കാരണം പലപ്പോഴും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിടുന്ന പലരും ജീവിതം തളർന്നു പോകുക, അങ്ങനെ എല്ലാം ഒരു നിരാശയിലൂടെയൊക്കെ കടന്നു പോകുന്ന നിരവധി ആളുകളുണ്ട്. ഈ ഒരു നേട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു നിരാശയുടെ യാതൊരു ഫലത്തിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ലാന്ന് നമുക്ക് എല്ലാവർക്കും സ്വയം തോന്നേണ്ട ഒരു വലിയ നേട്ടം തന്നെയാണ് ഈ ഒരു പ്രകടന മികവിലൂടെ ഈ താരങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു അഭിമാനമായി ഈ താരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു നേട്ടം കൊണ്ട് തന്നെ, റെക്കോർഡ് നേട്ടം തന്നെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രചോദനം. തോറ്റു കൊടുക്കേണ്ടതല്ല ജീവിതം, അല്ലേ? തീർച്ചയായും ദിവിഷ, അതിൽ എടുത്തു പറയേണ്ട സുമിത് ആൻഡിലിന്റെ ഒരു ജാവലിൻ ത്രോ, അത് ഏകദേശം 70 മീറ്ററോളം അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് 80 മീറ്ററോളം അദ്ദേഹത്തിന് എറിയണം എന്നുള്ള ഒരു താല്പര്യം, അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു സ്വപ്നമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കട്ടെ. അതും ഇനിയും അവർക്ക് സാധ്യതകളുണ്ട്. തീർച്ചയായും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അഭിനന്ദനം അർപ്പിക്കേണ്ട താരങ്ങളാണ് ഇവരൊക്കെ. വലിയ അഭിമാനം നമ്മുടെ രാജ്യത്തിനാകെ നൽകുന്നവരാണ്. എല്ലാ താരങ്ങൾക്കും നമ്മുടെയും ഹൃദയത്തിൽ നിന്നുള്ള ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്.